സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, എല്ലാവർക്കും ന്യൂസ് കേരള TVMലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പ്രസിഡന്റിനെ അവഗണിച്ചു, അല്ലെങ്കിൽ ബഹുമാനിച്ചില്ല, അപമാനിച്ചു എന്നുള്ള രീതിയിൽ സംഘപരിവാർ മിത്രങ്ങളും അവരുടെ വാലാട്ടികളായ കുറെ ചാനലുകളും ഇറങ്ങിയിട്ടുണ്ട് കേരളത്തിൽ. അവരെ ബഹുമാനിച്ചില്ല, അവർ വന്നപ്പോൾ സ്വീകരിക്കാൻ പോയില്ല. അപ്പോൾ പശ്ചിമ ബംഗാളിൽ ഇലക്ഷൻ നടക്കാൻ പോകുന്ന സമയത്ത് ഇങ്ങനെ കൂടെ രാഷ്ട്രപതി അല്ല, എന്തിനാണ് പിന്നെ പശ്ചിമ ബംഗാളിൽ വരുന്നത്? രാഷ്ട്രീയം കളിക്കാനാ? അവരെ കൊണ്ടുപോയി എപ്പോഴും പോയി പിന്നെ അവർ പോയി സ്വീകരിക്കണം. അങ്ങനെ എന്താണ് നിയമം? അപ്പോൾ ഒരു മാസത്തിലൊരുക്കുക, അല്ലെങ്കിൽ 2 മാസത്തിലൊരുക്കുക, അല്ലെങ്കിൽ 6 മാസം കൂടുമ്പോഴൊക്കെ അല്ലേ രാഷ്ട്രപതി അവിടെ പോകുന്നത്? രാഷ്ട്രപതി എന്ന് കേരളത്തിൽ വരാത്ത എല്ലാ മാസവും, ഒരു മാസത്തിൽ അല്ലെങ്കിൽ 2 പ്രാവശ്യം വരാത്തത്? അപ്പോൾ പശ്ചിമ ബംഗാളിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അവർ പോകുന്നത്. അപ്പോൾ ഈ സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത് ഈ ചാണകം തിന്നും മൂത്രം കുടിച്ച് അവരുടെ ബുദ്ധിയൊക്കെ മരവിച്ചു പോയി. അപ്പോൾ അവർക്ക് കാണുന്നതല്ല, അതായത് മഞ്ഞക്കാമല പിടിച്ചവൻ, മഞ്ഞക്കാമല എന്ന് പറയുന്ന ഒരു അസുഖമുണ്ട്, ജോണ്ടിസ് ആണെന്നാണ് ഇംഗ്ലീഷിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ മഞ്ഞക്കാമല പിടിച്ചവന് സംബന്ധിച്ചിടത്തോളം അവൻ കാണുന്നതെല്ലാം മഞ്ഞായിട്ട് തോന്നും. വെള്ള വസ്ത്രം ധരിച്ചു പോയാലും, വെള്ളയായ പാല് കുടിച്ചായാലും അവർക്കത് മഞ്ഞായിട്ട് തോന്നും. അതുപോലെയാണ്. അപ്പൊ മമതാ ബാനർജി എന്ത് ചെയ്താലും അവർക്കത് ദഹിക്കില്ല, അവർക്കത് പിടിക്കില്ല. പക്ഷെ മമതാ ബാനർജിയുടെ കയ്യിലും തെറ്റുകളുണ്ട്. കാരണം സംഘപരിവാറിന്റെ കൂടെ കൂടിയ ശക്തിയാണ് ഈ മമതാ ബാനർജി എന്ന് പറയുന്നത്. നമ്മൾ മനസ്സിലാക്കാനുള്ളത്, ഇന്ത്യയില് അല്ലെങ്കിൽ ലോക മനുഷ്യകുലത്തിന് തന്നെ ആപത്താണ് ഈ RSS സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത്. RSS സംഘപരിവാർ ശക്തികൾ എന്ന് പറയുന്നത് മനുഷ്യനെതിരാണ്, പച്ചയായ മനുഷ്യനെതിരാണ്. അവരുടേതായ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ശരി, അവർ വിശ്വസിക്കുന്ന സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ദലിതനും മുസ്ലിമും ക്രിസ്ത്യാനിയും ഒന്നും മനുഷ്യകുലത്തിൽ, കമ്മ്യൂണിസ്റ്റുകാരനൊന്നും മനുഷ്യകുലത്തിൽപ്പെട്ടവരില്ല. അവരുടെ കുലത്തിൽപ്പെട്ടവരെന്ന് പറയുന്നത് സവർണ മേധാവിത്വം, സവർണ ജാതി, ബ്രാഹ്മണ മേധാവിത്വം, അതാണ് അവരുടെ പിന്നെ മനുഷ്യരായിട്ട് അവർ കണക്കാക്കിയിട്ടുള്ള അവരെയാണ്. പിന്നെ ഇതില് നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത് ദളിത് സമുദായത്തിൽപ്പെട്ടവരാണ്. നിങ്ങൾ ഇതാ നോക്കിക്കൊള്ളാം, ഞാനൊരു പിന്നെ പിക്ചർ കാണിക്കുന്നുണ്ട്. അതില് പ്രധാനമന്ത്രി എന്ന് പറയുന്നത് പ്രസിഡന്റിനും താഴെയാണ്. അതായത് ഏതൊരു നിയമം ഇന്ത്യയിൽ നടപ്പാക്കണമെങ്കിലും പ്രസിഡന്റിന്റെ അനുമതി ഇല്ലാതെ നടപ്പാക്കണം. അപ്പോൾ പ്രസിഡന്റാണ് പരമാധികാരം എന്ന് പറയുന്നത്. പിന്നെ ജനാധിപത്യ വ്യവസ്ഥയിൽ പ്രധാനമന്ത്രിക്ക് അതിൻ്റെതായ സ്ഥാനമാനങ്ങൾ ഉണ്ട്. പക്ഷേ ഫസ്റ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റാണ്. അപ്പോൾ ആ പ്രസിഡന്റ് നിൽക്കുന്നു. പഴയ ഒരു കേന്ദ്രമന്ത്രിയായ LK അദ്വാനി, ഇന്ത്യയിൽ ആദ്യമായിട്ട് വർഗീയ വിഷം വിതച്ച ഒരു മനുഷ്യനാണ് ആയിരിക്കുന്നത്. അയാളുടെ മരണം എന്ന് പറയുന്നത് നിങ്ങൾ കണ്ടോ.